ഹലോ മുത്തുമണികളെ, നമ്മളെ ദയാ സുജിത്തിന്റെ വസ്ത്രധാരണം വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ കണ്ണടച്ച് പോകരുത്. ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് റിയാക്ട് ചെയ്യുന്നുണ്ട്. ഈ റിയാക്ട് ചെയ്യുന്ന എല്ലാവരും തന്നെ സത്യത്തിൽ ഷെഫീന താത്തയെ അടിക്കാനുള്ള ഒരു ആയുധം മാത്രമായിട്ട് ഇതിനെ കാണുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങൾക്കെന്ത്? അവരവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കട്ടെ, നിങ്ങൾക്കെന്ത്? അതാണ് ഞാനും ചിന്തിക്കുന്നത്. നമുക്കെന്ത് നഷ്ടം വരുന്നു, നമുക്കെന്ത് എന്നുള്ളതാണ്. സത്യത്തില് ആ കുട്ടിയുടെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആ കുട്ടി ആ ഒരു വസ്ത്രം ധരിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു വസ്ത്രം ധരിച്ചുകൊണ്ട് ഒരിക്കലും ഒരാൾക്കും ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് പോവാനായിട്ട് സാധിക്കില്ല. അല്ലെങ്കിൽ ഇതുപോലൊരു വസ്ത്രം ധരിച്ചുകൊണ്ട് നമുക്ക് പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി നടക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് 100% ഉറപ്പായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇതിലിവിടെ പറയേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ നാട് 2 തരത്തിലാണ്. അതായത് നല്ലവരും ഉണ്ട്, ചീത്ത ആൾക്കാരുമുണ്ട്. ഇതിനെക്കുറിച്ച് റിയാക്ട് ചെയ്ത ഒരുപാട് സഹോദരങ്ങളുണ്ട്. ഇതിൽ തന്നെ ആണും പെണ്ണുമായിട്ടുള്ള ആളുകളുണ്ട്. ഇതിൽ ആണുങ്ങൾ റിയാക്ട് ചെയ്തിരിക്കുന്നതിൽ ഒരുപാട് പേര് ഞങ്ങൾക്കാണെങ്കിൽ അങ്ങനെ തോന്നില്ല എന്ന് പറയുമ്പോഴും അവര് ആ ഫോട്ടോ അത്തരത്തിൽ കാണുന്നില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാനൊന്നും പറ്റൂല. നമ്മുടെ അവർക്കൊന്നും തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നും തോന്നില്ല. അങ്ങനെ ഒരു വിഷയമുണ്ടോ? അപ്പൊ അങ്ങനെയൊന്നുമില്ല. അത് ആ കുട്ടിയുടെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡ്രസ്സാണ് എന്നുള്ളത് നമ്മൾ നമ്മുടെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഇവിടെ തെറ്റായ ഒരു ഇൻഫർമേഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന, ഇൻസ്റ്റാഗ്രാമിൽ റിയാക്ഷൻ ചെയ്യുന്ന ഒട്ടുമിക്ക ആളുകളും ടീനേജ് മുതലുള്ള കുട്ടികളാണ് എന്നുള്ളത് ഭയങ്കര ഭയപ്പെടുത്തുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് റിയാക്ട് ചെയ്യുന്നതെല്ലാം കുട്ടികളാണ്. അതായത് ഇവരൊരു ഇൻഫർമേഷൻ കൊടുക്കുകയാണ്. അതായത് നമുക്ക് ഇഷ്ടമുള്ള തുണി എടുക്കാം, തുണി ഉടുത്തില്ലെങ്കിലും വിഷയമുള്ള കാര്യമല്ല. നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ നഗ്നത നമുക്ക് പ്രദർശിപ്പിക്കാം, അതിനാരെയും പേടിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ആരെങ്കിലും ഇതിനെക്കുറിച്ച് ചോദിക്കുകയാണ് എങ്കിൽ നമുക്ക് കേസ് കൊടുക്കാം, നമുക്കിങ്ങനെ എന്ന് ഒരു തെറ്റായ മെസ്സേജ് അവിടെ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഈ വീഡിയോസിനെ, ഈ ഷെഫീന താത്ത പറഞ്ഞ ഈ ഒരു വീഡിയോനെ റിയാക്ട് ചെയ്തിരിക്കുന്ന കുട്ടികളെ നിങ്ങളൊന്ന് നോക്ക്. എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത്? ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം, വസ്ത്രം ഊരി അങ്ങ് എറിയാം. ഒരു വിവാഹ ഫംഗ്ഷനും മറ്റുമൊക്കെ പോകുമ്പോൾ നമുക്കിതുപോലെ നഗ്നത പ്രദർശിപ്പിക്കാം. അവിടെ ദയാ സുജിത്ത് ഉപയോഗിച്ചിരിക്കുന്ന വസ്ത്രത്തിൽ ആ കുട്ടിയുടെ നഗ്നമായ ശരീരഭാഗങ്ങൾ ഉണ്ട്, ഇല്ല എന്ന് നിങ്ങൾ വാദിക്കണ്ട. ശരിക്ക് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ മുതൽ നിങ്ങളെ ബാഡ് ടച്ച് ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. ഗുഡ് ടച്ചിനെയും ബാഡ് ടച്ചിനെയും കുറിച്ച് മക്കൾക്ക് പറഞ്ഞു കൊടുക്കാറുമുണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമീൻ ഖലീൽ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരൻ ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്, ഏരണം കെട്ടവൾ എന്ന് പറഞ്ഞുകൊണ്ട്. അതില് ആ ഒരു പെൺകുട്ടി വളരെ കുഞ്ഞു നാൾ മുതൽ അബ്യൂസിന് ഇരയാകുകയാണ്. അതിൻ്റെ സ്വന്തം വീട്ടിനുള്ളിൽ വെച്ച്, അത് നടന്നു പോകുന്ന സ്ഥലങ്ങളിൽ വെച്ച്, അതിൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരനാൽ ഒക്കെ ഈ കുട്ടി അബ്യൂസിന് ഇരയാകുകയാണ്. ഈ കുട്ടിക്ക് മനസ്സിലാകുന്നില്ല തനിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. ഇത് വേദനകളും വിഷമതകളും ശാരീരികമായ പ്രയാസങ്ങളും ആ കുട്ടിക്ക് നേരിടുമ്പോൾ അതിൻ്റെ അമ്മയോട് ചെന്ന് പറയാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ അമ്മ അതിനെ ഒരു നികൃഷ്ട ജീവിയെ പോലെ കാണുകയാണ്. ഈ കുട്ടിക്ക് ഇത് ആരോടും പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. ഈ കുട്ടി ഇതിങ്ങനെ വെച്ച് ഒരുപാട് അബ്യൂസുകൾ നടന്ന് അത് കഴിഞ്ഞ് ഈ കുട്ടി പ്രായപൂർത്തിയായി ഒരു വിവാഹ പ്രായത്തിന് അടുത്ത് എത്തുമ്പോഴാണ്, ശരിക്കും കുട്ടി പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് പോകുമ്പോഴാണ് ആ കുട്ടിക്ക് നേഴ്സ് ആവാനാണ് ആ കുട്ടി പഠിക്കുന്നത്. അവിടെ വെച്ച് ഈ ആണും പെണ്ണും തമ്മിലുള്ള ഇൻട്രാക്ഷനെ കുറിച്ച് ഒരു ക്ലാസ് എടുക്കുമ്പോഴാണ് താൻ ഇതുവരെ നേരിട്ടത് അബ്യൂസ് ആണ് എന്നുള്ളത് ആ കുട്ടിക്ക് മനസ്സിലാകുന്നത്. നമ്മൾ നമ്മുടെ മക്കൾക്ക് ഗുഡ് ടച്ചിനെ കുറിച്ചും ബാഡ് ടച്ചിനെ കുറിച്ചും പറഞ്ഞു കൊടുക്കാറുണ്ട്. എന്തുകൊണ്ട് ഗുഡ് ലുക്കിനെ കുറിച്ചും ബാഡ് ലുക്കിനെ കുറിച്ചും ആരും പറഞ്ഞു കൊടുക്കുന്നില്ല? ശരിക്കും എൻ്റെ പ്രൈവറ്റ് പാർട്സ് എന്ന് പറയുന്നത്, എൻ്റെ നഗ്നത എന്ന് പറയുന്നത്, അത് എൻ്റെ അഭിമാനമാണ്, എൻ്റെ സ്വകാര്യതയാണ്.
എൻ്റെ ശരീരത്തിൽ ആര് തൊടണം എന്ന് ഞാൻ തീരുമാനിക്കുന്നത് പോലെ എൻ്റെ ശരീരത്തിനുള്ളിലേക്ക് ആര് നോക്കണം എന്നുള്ളത് കൂടി ഞാൻ തീരുമാനിക്കണം എന്ന് നമ്മളെ മക്കളെ പഠിപ്പിക്കണ്ടേ? ഇവിടെ റിയാക്ഷൻ ചെയ്യുന്ന എല്ലാ ആളുകളും ഊന്നി പറയുന്ന ഒരു കാര്യം, ഷെഫീന താത്ത അവിടെ ഉപയോഗിച്ച പദപ്രയോഗം ശരിയല്ല. പക്ഷെ അവരുടെ ഉള്ളില് അന്ന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ഈ 13 വയസ്സുകാരി മരണപ്പെട്ടിരുന്നത്. ആ ഒരു വീഡിയോ അവർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അതൊന്ന് പോയി നോക്കണം. അവരുടെ ഉള്ളില് ആ ഒരു വികാരക്ഷോഭം, അതായത് ഇത്തരം വസ്ത്രങ്ങൾ എന്നല്ല, ഈ തരത്തിലുള്ള പിന്നെ ബോഡി കാണുന്ന ആളുകളിൽ വികാരം തോന്നാത്തവരാണോ സർവ്വവരും? അതെന്തു പറ്റി? അങ്ങനെ ഒരു സ്ത്രീ ബോഡി കണ്ടു കഴിഞ്ഞാൽ വികാരം തോന്നില്ലേ? ഒരാൾക്കും വികാരം തോന്നില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? അല്ല, അവിടെ ആ ഷെഫീന താത്ത പറഞ്ഞതിലെ ആ ഒരു പൊളിറ്റിക്കൽ കറക്ഷൻ മാത്രം നിങ്ങൾ എടുത്തു വെച്ച് റിയാക്ട് ചെയ്യുമ്പോൾ ബാക്കി ഒരുപാട് കാര്യങ്ങൾ അവരവിടെ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേര് ഇതിന്റെ പേരിലെന്നല്ല, നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേര് ചൂഷണങ്ങൾക്ക് ഇരയാകുന്നുണ്ട്. കുട്ടികൾ മുതൽ വയസ്സായവർ വരെ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്, ബലാത്കാരം ചെയ്യപ്പെടുന്നുണ്ട്. ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഇതാ എൻ്റെ ശരീരം, എനിക്ക് ഇഷ്ടമുള്ളതുപോലെ എൻ്റെ ഡ്രസ്സ് ഊരി ഞാൻ എല്ലാം കാണിച്ചു കൊടുക്കുമെന്ന് പറയുന്നത് സ്വാതന്ത്ര്യമല്ല, ബുദ്ധിക്കുറവാണ്. ആ കുട്ടി ചെയ്തിരിക്കുന്നത്, അതായത് ദയാ സുജിത്ത് ചെയ്തിരിക്കുന്നത് അവരുടെ പ്രൊഫഷനാണ്. നമ്മുടെ മക്കളത് അനുകരിക്കണ്ട എന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരൊറ്റ റിയാക്ഷൻ ചാനലുകാർ പോലും മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളത് ഭയങ്കരമായിട്ട് സങ്കടമുളവാക്കുന്നതാണ്. അവിടെ ഷെഫീന താത്ത പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങളിലെ അന്തസ്സത്തെക്കുറിച്ച് നിങ്ങൾ മനഃപൂർവ്വം മറച്ചു വെച്ചുകൊണ്ട് നമ്മുടെ പുതുതലമുറയിലേക്ക് നിങ്ങൾ ഒരു ബാഡായ സന്ദേശം എത്തിച്ചു കൊടുത്തിരിക്കുകയാണ്. അതായത് നിങ്ങൾ തുണി ഊരി എറിഞ്ഞുകൊള്ളൂ, നിങ്ങളെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഇന്ന നിയമങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട്, ഇത് നിങ്ങളുടെ റൈറ്റ് ആണ്. എന്താണ് റൈറ്റ്? തുണി ഊരി പറിച്ചെറിയുക എന്നുള്ളതാണ് റൈറ്റ്. അങ്ങനെയാണെങ്കിൽ ബാഡ് ടച്ചിനെ കുറിച്ചും ഗുഡ് ടച്ചിനെ കുറിച്ചൊന്നും നമ്മൾ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ബാഡ് ലുക്കിനെ കുറിച്ചും ഗുഡ് ലുക്കിനെ കുറിച്ചും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. നമ്മുടെ ശരീരം എന്ന് പറയുന്നത്, നമ്മുടെ കുട്ടികളുടെ ശരീരം എന്ന് പറയുന്നത്, അത് മറച്ചു വെക്കേണ്ട സ്ഥലങ്ങൾ മറച്ച് തന്നെ വെക്കണം. തുറന്നു പിടിക്കേണ്ട സ്ഥലങ്ങൾ മാത്രമേ തുറന്നു പിടിക്കേണ്ട കാര്യമുള്ളൂ എന്നുള്ളത് പറയണം. ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് എൻ്റെ മൂത്ത മകൾ തലയിൽ ഷോൾ ഇടാറില്ല എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ചില മുസ്ലിം സ്ത്രീകൾ വളരെ ക്രൂരമായിട്ട് എൻ്റെ മകളെ പിച്ച് വലിച്ച് തിന്നുന്നുണ്ടായിരുന്നു. ഈ ആളുകൾ ശരിക്ക് ഈ ദയാസുജിത്തിന്റെ വസ്ത്രധാരണം അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വന്നു. ഞാൻ അവർക്ക് വേണ്ടി ചെയ്ത ഒരു വീഡിയോ ഉണ്ട്. എൻ്റെ മകളും ഫാഷൻ ടെക്നോളജിയാണ് പഠിക്കുന്നത്. അപ്പോൾ അവൾ നാളെ തുണി ഊരി എറിഞ്ഞാലും നിങ്ങൾ ചോദിക്കരുതേ എന്ന് പറഞ്ഞുകൊണ്ട്, ശരിക്കത് ഷെഫീന താത്ത പറഞ്ഞത് തെറ്റാണ് എന്ന് ഞാൻ പറഞ്ഞതുപോലെയാണ് അവരത് കണക്ക് കൂട്ടിയിരിക്കുന്നത് എന്നുള്ളത് എന്നെ വേറെ കുറേ ആൾക്കാർ വിളിച്ചു പറഞ്ഞു. പക്ഷെ ശരിക്ക് എൻ്റെ മക്കളിൽ ഒരാൾ പോലും മാന്യതയില്ലാത്തൊരു വസ്ത്രം ധരിക്കില്ല എന്നുള്ളത് എനിക്ക് നല്ല ബോധവുമാണ് വിശ്വാസവുമാണ്. കാരണം ഈ ഒരു വിഷയം വന്ന സമയത്ത്, ഈ ദയാസുജിത്തിന്റെ ഈ ഒരു പ്രശ്നം വന്ന സമയത്ത് ഇൻസ്റ്റാഗ്രാമിൽ കുട്ടികൾ നിങ്ങളൊന്ന് ആലോചിക്കണം, കുട്ടികൾ ഇതിനെക്കുറിച്ച് റിയാക്ട് ചെയ്യുകയാണ്. ആൺകുട്ടികളും പെൺകുട്ടികളും വന്നിരുന്നങ്ങ് റിയാക്ട് ചെയ്യുകയാണ് ഈ ഓരോ വീഡിയോസിനെ കുറിച്ചും. എൻ്റെ മക്കൾ എന്നോട് സംസാരിക്കുന്ന സമയത്ത് എൻ്റെ മോളും എന്നോടത്ത് പറയുകയാണ്, അത് അവരുടെ സ്വാതന്ത്ര്യമല്ലേ, എന്തിനാണ് നിങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് എന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ മോളോട് ചോദിച്ചത്, നീ അതുപോലെ ഒരു ഡ്രസ്സ് ഇടുമോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മോള് പറഞ്ഞത്, ഒരിക്കലും ഞാൻ അത് ഇടൂല. അപ്പം ഞാൻ ചോദിച്ചു, എന്ത് കാര്യം? ഞാൻ അഭിമാനത്തോടെ ജീവിക്കാൻ, എൻ്റെ നഗ്നത ആര് കാണണം എന്നുള്ളത് ഞാനാണ് തീരുമാനിക്കുന്നത്. കാണുന്നിടത്തെല്ലാം പ്രദർശിപ്പിക്കാനുള്ളതൊന്നുമല്ല എൻ്റെ നഗ്നത. ഞാൻ അഭിമാനത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്, ഞാൻ അഭിമാനത്തോടു കൂടി ജീവിക്കാൻ വേണ്ടിയിട്ട് പഠിച്ചിട്ടുണ്ട്. എൻ്റെ ഉമ്മ അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ഉമ്മ എന്നെ പഠിപ്പിച്ചത് അഭിമാനത്തോടെ ജീവിക്കാനാണ് എന്നാണ്. ഭയങ്കര പ്രൗഡ് തോന്നി എനിക്ക് അന്നേരം. ആ ഒരു സമയത്ത് എൻ്റെ മകളോട് എനിക്ക് ഭയങ്കര പ്രൗഡ് തോന്നി. ശരിയാണ്, ശരിക്കും ബാഡ് ടച്ചിനെ കുറിച്ചും ഗുഡ് ടച്ചിനെ കുറിച്ചും പഠിപ്പിക്കുന്ന നമ്മൾ ആരും തന്നെ ബാഡ് ലുക്കിനെ കുറിച്ചും ഗുഡ് ലുക്കിനെ കുറിച്ചും മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. നമ്മുടെ ശരീരം നമുക്ക് അവകാശപ്പെട്ടതാണ് എന്നുള്ളതും അത് മറ്റുള്ളവർക്ക് കൊത്തി വലിച്ച് കീറാനുള്ളതല്ല എന്നുള്ളതും നമ്മളെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം.
ഈ ഒരു സംഭവം എന്തെല്ലാം ദോഷങ്ങളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നുള്ളത് ഇനി വരുന്ന കാലങ്ങളിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഷെഫീന താത്തയെ ഒരു കുട്ടി വിളിച്ചു. ഈ കുട്ടി വിളിച്ചിട്ട് ചോദിച്ച ഒരു കാര്യമുണ്ട്, ആണുങ്ങളായിരുന്നു എങ്കിൽ നിങ്ങൾ മിണ്ടാതിരിക്കില്ലായിരുന്നോ, ഇത് പെൺകുട്ടി ആയതുകൊണ്ടല്ലേ നിങ്ങൾ സംസാരിച്ചത് എന്ന്. ആ കുട്ടിയോടും എനിക്ക് പറയാനുള്ളത് ഒറ്റ കാര്യമാണ്. ഒരു പെൺകുട്ടി ബസ്സിൽ കയറി, അവളുടെ ബ്രസ്റ്റിന്റെ കുറച്ച് ഭാഗങ്ങൾ കാണുന്നു, അവള് പൊക്കിള് കാണുന്ന വസ്ത്രം ധരിച്ച് യാത്ര ചെയ്യുന്നു, നഗ്നത പൂർണ്ണമായും കാലിന്റെ തുടഭാഗം വരെയുള്ള ട്രൗസറും ഇട്ടുകൊണ്ട് ഇവള് പോകുന്നു. ഈ കുട്ടി നഗ്നത കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാതി കൊടുക്കുകയാണ്. ആ പരാതി പോലീസുകാരെ ഏറ്റെടുക്കുവോ? പോലീസുകാർ ആ പരാതി FIR ഇടുവോ? അതേസമയം അതേ ബസ്സിൽ മറ്റൊരു വ്യക്തി അവന്റെ ലിംഗം കാണുന്ന തരത്തിലുള്ള ഒരു ഷെഡ്ഡി മാത്രം ഇട്ടുകൊണ്ട് അവൻ യാത്ര ചെയ്യുന്നു. ഒരു പെൺകുട്ടി പോയിട്ട് പരാതി കൊടുക്കുകയാണ്, അവൻ നഗ്നത പ്രദർശിപ്പിച്ചു, ഉറപ്പായും പരാതി സ്വീകരിക്കും. അതെന്തുകൊണ്ടാണ്? ഇനി പെൺകുട്ടി അത്തരത്തിൽ നഗ്നത പ്രദർശിപ്പിച്ചാൽ ഏതെങ്കിലും ഒരാണ് കൊണ്ടുപോയി പരാതി കൊടുക്കുമോ? കൊടുക്കില്ല. കാരണം അവർക്കത് കാണണം, അവർക്കത് ആസ്വദിക്കണം. അവരൊരിക്കലും പരാതി കൊടുക്കില്ല. ഇനി മാന്യന്മാരായ ആരെങ്കിലും ഉണ്ടെങ്കിലോ അവൻ തല താഴ്ത്തി അത് നോക്കാതെ പോവുമെന്നല്ലാതെ പ്രതികരിക്കില്ല. പ്രതികരിച്ചാൽ അവൻ നേരിടേണ്ടി വരുന്നത് വലിയ ഭവിഷ്യത്തുകളാണ്. അങ്ങനെയായി മാറിയിരിക്കുന്നു നമ്മുടെ ലോകം, അങ്ങനെയായി മാറിയിരിക്കുന്നു. ഇവിടെ അഭിമാനത്തിന് ഒരു വിലയും ഇല്ല എന്ന് കാണിച്ചു കൊടുക്കരുത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് നങ്ങേലിയാണോ മാറുമറയ്ക്കൽ സമരം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് കീഴ്ജാതിയിൽപ്പെട്ട സ്ത്രീകള് മാറിടം നഗ്നമാക്കി ഇട്ടേക്കണം, തമ്പുരാക്കന്മാർക്ക് കാണാൻ വേണ്ടിയിട്ട് മാറിടം നഗ്നമാക്കി ഇട്ടേക്കണം. അതവർ മറയ്ക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവർ കപ്പം കൊടുക്കണം. അത് മറയ്ക്കണമെങ്കിൽ തമ്പുരാക്കന്മാർക്ക് കപ്പം കൊടുക്കണം. അങ്ങനെ കപ്പം ചോദിച്ചു വന്ന ഒരു തമ്പുരാന്റെ മുന്നിൽ വെച്ച് സ്വന്തം മുലകളർത്ത്, എനിക്ക് ഈ മുലയുണ്ടെങ്കിലല്ലേ നിങ്ങൾക്ക് ഞാൻ കപ്പം തരേണ്ടതുള്ളൂ എന്ന് പറഞ്ഞ് അവിടെ വെച്ച് തന്റെ 2 മുലകളും അറുത്ത് മാറ്റി അവിടെ വെച്ച് തന്നെ മരണം സ്വീകരിച്ച ഒരാളുണ്ട്, ഒരു സ്ത്രീയുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെയാണ് ആ സംഭവം നടന്നിട്ടുള്ളത്. അന്ന് മറയ്ക്കാൻ വേണ്ടി യുദ്ധം ചെയ്ത സ്ത്രീകളുള്ള നമ്മുടെ നാട്ടില് ഇന്ന് തുറന്നിടാൻ വേണ്ടിയിട്ട് മാറും നഗ്നതയും തുറന്നിടാൻ വേണ്ടിയിട്ട് സമരം ചെയ്യുന്ന ഒരു കാലത്തിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നു. എന്താണ് സംസ്കാരം? എന്താണ് സ്വന്തം നഗ്നത പുറത്തേക്ക് കാണിക്കുക എന്നുള്ളതാണോ? മുമ്പ് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, അതായത് അഡൽറ്റ് അല്ലാത്ത പോൺ വീഡിയോസ് കാണുന്ന സൈറ്റുകൾ കാണുന്ന ആളുകൾക്ക് ശിക്ഷയുണ്ട്. നിയമപരമായി അത് കണ്ടെത്തിയാൽ അഡൽറ്റ് അല്ലാത്ത കുട്ടികളുടെ പോൺ വീഡിയോസ് കാണുന്ന ആളുകൾ കണ്ടു കഴിഞ്ഞാൽ അത് ശിക്ഷയുണ്ട്. കുട്ടികളെ ലൈംഗികമായി ഉപയോഗിക്കുന്ന അവരെയല്ലേ ശിക്ഷിക്കേണ്ടത്? പോൺ വീഡിയോ കാണുന്നവരെ എന്തുകൊണ്ട് ശിക്ഷിക്കുന്നു? പോൺ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അവരത്തരത്തിൽ കുട്ടികളെ യൂസ് ചെയ്യുമോ എന്ന് ഭയന്നതുകൊണ്ടാണ്. അതായത് ഇനി വരാൻ പോകുന്ന ആപത്തിനെ മുൻകൂട്ടി കണ്ടതുകൊണ്ടാണ് അത്തരത്തിലൊരു കാര്യം നടന്നിട്ടുള്ളത്. ഇങ്ങനെ ഞാൻ കേട്ടിട്ടുള്ളതാണ്. ഈ കുട്ടികളുടെ ലൈംഗികത കാണുന്ന ആളുകൾക്ക് ശിക്ഷയുണ്ട്, ആ സൈറ്റുകൾ കാണുന്ന ആളുകൾക്ക് ശിക്ഷയുണ്ട് എന്നുള്ളത്. അത് മുൻകൂട്ടി അത് മനസ്സിലാക്കുന്നത് കൊണ്ടാണ്. ഇവിടെ ശരിക്കും ഈ ദയാസുജിത്ത് എന്ന് പറയുന്ന പുള്ളിക്കാരി, ആ കൊച്ചിനെ എന്തുകൊണ്ട് ഷെഫീന താത്ത വിമർശിച്ചു? ആ കുട്ടി ഒരു കല്യാണം കഴിക്കാത്ത കുട്ടിയാണ്. പണ്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞാനൊക്കെ ആദ്യമായി സാരി ഉടുക്കുന്ന ഒരു സമയത്ത് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് സോഷ്യലിനാണ് സാരി ഉടുത്തത്. ആ സാരി ഉടുക്കുന്ന സമയത്ത് ശരീരത്തിന്റെ കാണാൻ പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ സേഫ്റ്റി പിന്ന് ഇങ്ങനെ കുത്തി വെച്ചിട്ട് ഭയങ്കര സെക്യൂർ ആയിട്ടായിരുന്നു അന്ന് സാരി ഉടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഒരു സൈഡ് പോലും കാണരുത്, അത്രയും സെക്യൂർ ആയിട്ട് സാരി ഉടുത്തുകൊണ്ട് പോയ ഒരു കൗമാരക്കാലം ഞങ്ങൾക്കുണ്ട്. പക്ഷെ ഇന്ന് കൗമാരത്തിലുള്ള കുട്ടികൾ ഓരോരുത്തരും ഇടുന്ന ഡ്രസ്സ് കാണുമ്പോൾ ശരിക്കും ഞാൻ എന്നെ ഇങ്ങനെ ഞെട്ടിപ്പോകും. ഇതെങ്ങനെ പറ്റുന്നു? ലുലു മാളിൽ നമ്മളൊന്ന് പോയി നോക്കണം. ലുലു മാളിൽ ഒരു പെൺകുട്ടി ഇത്തരത്തിലൊരു വസ്ത്രം ധരിച്ചു കൊണ്ടുവന്നാൽ, ഇത്തരത്തിലുള്ള എന്ന് ഞാൻ പറയുന്നില്ല, ബാഗി പാൻറ്റും ഞാൻ കണ്ടിട്ടുള്ളതാണോ, ബാഗി പാൻറ്റും പൊക്കിള് കാണുന്ന തരത്തിലുള്ള ഷോർട്ട് ക്രോപ്പ് ടോപ്പും ഇട്ടും കൊണ്ട് പോകുന്ന ആ പെൺകുട്ടി
അവന്റെ കണ്ണുകളിൽ നിന്ന് മറയുന്നത് വരെ ആ കുട്ടിയെ നോക്കി നിൽക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്, പയ്യന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവരൊക്കെയും തന്നെ ചിലപ്പോൾ റിയാക്ഷൻ വീഡിയോ എന്ന പേരിൽ വന്നിട്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒന്നും തോന്നില്ല. അതെന്തേ തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തേ പറ്റില്ലേ? വികാരങ്ങളില്ലാത്ത ജീവികളാണോ നിങ്ങൾ? അപ്പോ ആര് നമ്മുടെ നഗ്നത കാണണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. ബാഡ് ടച്ച് ഗുഡ് ടച്ചിനെ കുറിച്ച് മാത്രം നമ്മളെ മക്കളെ പഠിപ്പിച്ചിട്ട് കാര്യമില്ല. ബാഡ് ലുക്കിനെ കുറിച്ചും പഠിപ്പിക്കണം, ഗുഡ് ലുക്കിനെ കുറിച്ചും പഠിപ്പിക്കണം. നമ്മളായിട്ട് ആ ബാഡ് ലുക്കിന് ഒരവസരം കൊടുക്കരുത് എന്നുള്ളത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ഇതേപോലെ തന്നെ ഹൻസിക എന്ന് പറയുന്ന ഹൻസിക കൃഷ്ണകുമാറിന്റെ മകള് ഒരു സബ്സ്ക്രിപ്ഷൻ ചാനലിൽ കൂടി ആ കുട്ടി ഒരു സബ്സ്ക്രിപ്ഷൻ ചെയ്തു. അതാരോ അതിൻ്റെ അകത്ത് കയറി ആ വീഡിയോ കട്ടെടുത്തു പുറത്ത് കൊണ്ടുവന്നിട്ടു. സത്യത്തിൽ ഈ ഹൻസിക ഇടുന്ന ഡ്രസ്സുകൾ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഹൻസിക ഒരു ബെല്ലി ഡാൻസർ ആയിരിക്കാനാണ് സാധ്യത. ആ കുട്ടി അതിൻ്റെ ഷോർട്സിലൊക്കെ ബെല്ലി ഡാൻസ് പോലത്തെ ആ ഒരു ഡ്രസ്സ് ഇട്ടിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഡ്രസ്സ് ഇടുന്ന ഒരു കുട്ടിയാണ് ആ കുട്ടി. എന്നിട്ട് പോലും ആ സബ്സ്ക്രിപ്ഷൻ ചെയ്ത ആ വീഡിയോയിലകത്ത് ആ കുട്ടിയുടെ വയറിൽ ആ കുട്ടി തന്നെ ഒന്ന് തൊട്ടതിന് എന്തെല്ലാമാണ് ഈ റിയാക്ഷൻ ചാനലുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് എങ്ങനെ ഒരു വിഷയത്തിന് ആളുകൾക്ക് രണ്ട് നിയമം വരുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് മനസ്സിലാകാത്തത്. അന്ന് ഹൻസികയെ വിമർശിച്ചിരുന്നവരൊക്കെയും തന്നെ ഇന്ന് മഞ്ജു പിള്ളയുടെ മകളെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു. നിയമ നൂലാമാലകളെ കുറിച്ച് പറയുന്നു. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്ന് പോലും നമുക്ക് പറ്റുന്നില്ല. കാരണം നാളെ നമ്മൾ എങ്ങനെയാണ് ആക്രമിക്കപ്പെടുന്നത് എന്നുള്ളത് നമുക്കറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. അതായത് ഈ വക കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ സംസാരിക്കരുത്, നിങ്ങൾക്ക് സംസാരിക്കാൻ റൈറ്റ് ഇല്ല, ഇതൊക്കെ ഞങ്ങളുടെ അവകാശമാണ് എന്ന തരത്തില് ഒരു മെസ്സേജ് നിങ്ങൾ ഈ ഭൂമിയിൽ ഈ കേരളത്തിന് നിങ്ങൾ തന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാര്യത്തിനെ അനുകൂലിച്ച് വീഡിയോ ഇടുന്ന ഒരുപാട് ആൾക്കാർ, അതേ കണക്ക് തന്നെ വിമർശിക്കുന്ന ആളുകൾ, നിന്റെ ചെകിടടിച്ച് ഞങ്ങൾ പൊട്ടിക്കും, നിന്നെ വഴിയിൽ വെച്ച് കണ്ടാൽ കാറിൽ നിന്ന് വലിച്ചഴക്കി നിന്നെ നടു റോട്ടിലിട്ട് ചവിട്ടും എന്നൊക്കെ പറയുന്നവര് അവര് ചെയ്യുന്നതും ക്രൈം തന്നെയല്ലേ? ഈ കാര്യത്തിനെ കുറിച്ച് സംസാരിച്ച ചില പോർഷനുകളിൽ വികാരക്ഷോഭത്തോടു കൂടി ഷെഫീന താത്ത സംസാരിച്ചു, അത് തെറ്റാണ് എന്ന് പറയുന്ന അതേ ആളുകൾ തന്നെ നിന്റെ ചെകിടടിച്ച് പൊട്ടിക്കാനാണ് എനിക്ക് തോന്നിയത്, നിന്നെ വലിച്ച് നിലത്തിട്ട് അടിക്കാനാണ് എനിക്ക് തോന്നിയത്, നിനക്ക് രണ്ട് കാലില്ലാതെ പോയത് നന്നായി പോയി, നീ എന്ത് അങ്ങനെയൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ നിങ്ങളും ഷെഫീന താത്ത പറഞ്ഞ അതേ കാര്യം തന്നെയല്ലേ ചെയ്യുന്നത്? ശരിക്കും എന്താണ് ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? സത്യത്തില് ഈ ഒരു കാര്യം മാത്രമല്ല കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, ഒരുപാട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഷെഫീന താത്തയെ കുറെ ആളുകൾ റിയാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ദിയാസനേനെയൊക്കെ പോലുള്ള ഒരുപാട് പെണ്ണുങ്ങൾ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരുന്നെടുത്ത് ഇത് കിട്ടിയത് കൊണ്ട് അതെടുത്തിട്ട് അലക്കുകയാണ്. അപ്പോഴും നിങ്ങൾ മറച്ചു വെക്കുന്ന ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ പുതിയ തലമുറയ്ക്ക് കൊടുക്കുന്ന ഒരു ബാഡായ സന്ദേശമുണ്ട്. നഗ്നത പ്രദർശിപ്പിച്ചോളൂ, നിങ്ങൾ നഗ്നത പ്രദർശിപ്പിച്ചോളൂ, അത് നിങ്ങളുടെ അവകാശമാണ് എന്ന്. ഒരിക്കലും അതല്ല സത്യം എന്നുള്ളതും അത് അവരുടെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡ്രസ്സാണ് എന്നുള്ളതും ഇതല്ല സമൂഹത്തിൽ നമ്മൾ പ്രചരിപ്പിക്കേണ്ടത് എന്നുള്ളതും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അവർക്കൊക്കെ സുരക്ഷിതമായ ഒരു ലൈഫ് ഉണ്ടായിരിക്കും. പക്ഷേ നമ്മുടെ വരും തലമുറകൾക്കോ അല്ലെങ്കിൽ നമ്മുടെ ചെറിയ മക്കൾക്കോ ഒന്നും തന്നെ അത്തരത്തിലുള്ള ഒരു ലൈഫല്ല. അവർ ബസ്സിൽ യാത്ര ചെയ്യേണ്ടവരാണ്, അവർ ഓട്ടോയിൽ യാത്ര ചെയ്യേണ്ടവരാണ്, അവരൊരു സമൂഹത്തിലൂടെ ഇറങ്ങി നടക്കുന്നവരാണ്. അതൊക്കെ നമ്മുടെ മക്കളെ പഠിപ്പിച്ചു കൊടുത്തേ മതിയാവൂ. ഇതല്ല സത്യമെന്നുള്ളതും ഇത് മായക്കാഴ്ച മാത്രമാണ് എന്നുള്ളത്. ഇത്തരത്തിൽ ഡ്രസ്സിട്ട് ഇവർ ശരിക്കും ഇൻഫ്ലുവൻസ് ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത്. അതായത് ഇത്തരത്തിൽ ഡ്രസ്സിട്ട് ഒരു ചാനൽ തുടങ്ങി ഇത്തരത്തിൽ ശരീരഭാഗങ്ങളെ ഇളക്കി കാണിച്ചു കഴിഞ്ഞാൽ ശരി, നിങ്ങൾക്ക് ഒരുപാട് വ്യൂവേഴ്സിനെ കിട്ടും. കുറച്ച് ആഷ്പുഷ് മലയാളമൊക്കെ അങ്ങോട്ട് ഇംഗ്ലീഷും മലയാളമൊക്കെ കലർന്ന ആഷ്പുഷൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ സബ്സ്ക്രൈബേഴ്സിനെയും നിങ്ങൾക്ക് ഈ യൂട്യൂബ് വഴി ഒരുപാട് പൈസയും ഉണ്ടാക്കാം. അല്ലെങ്കിൽ കുറേ ആളുകൾ നിങ്ങളെ ഭയങ്കര ആരാധനയോടുകൂടി കാണും. നിങ്ങൾ തുണി ഊരി ഇട്ട് കഴിഞ്ഞാൽ, തുണി ഊരി നിങ്ങളുടെ ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ സമൂഹം ഭയങ്കര ആരാധനയോടുകൂടി കാണും. ഈ വിമർശന വീഡിയോകളുമായിട്ട് വന്ന ആരെങ്കിലും ഒരാൾ അവരുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു സ്ത്രീയെ കൊണ്ട് ഇത്തരത്തിലൊരു ഡ്രസ്സ് ഇട്ടുകൊണ്ട്
ഒരു ഫംഗ്ഷന് കൊണ്ടുപോവോ, അല്ലെങ്കിൽ ഇടാൻ നിങ്ങൾ സമ്മതിക്കുമോ? അപ്പൊ നിങ്ങൾ പറയും അത് അവരുടെ സ്വാതന്ത്ര്യമാണ്, അവരവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ. എന്നാലും നിങ്ങൾ സമ്മതിക്കില്ല. കാരണം അത് നിങ്ങളുടെ അഭിമാനത്തെ കൂടി ബാധിക്കും. ഉറപ്പാണ്. നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മളെ ചുറ്റി ജീവിക്കുന്ന ആളുകളെയും ഇത് ബാധിക്കും. ഇത് ചോദ്യം ചെയ്യുന്ന സമയത്ത് എൻ്റെ മകളാണ് അങ്ങനെ പുറത്തോട്ട് ഇറങ്ങുന്നതെങ്കിൽ നിങ്ങൾക്കത് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തൂടെ? ഇത് മോശമാണ് എന്ന് നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തൂടെ എന്ന് ചോദ്യം വരും. എൻ്റെ ഞാനൊരു ബ്രദറാണ് എങ്കിൽ, എടേ നിന്റെ അനിയത്തിയല്ലേടെ ഈ ഇതെല്ലാം കാണിച്ചു കൊണ്ട് നടന്നു പോകുന്നത്, എന്തിനടേ ഇത് എന്ന് ചോദിക്കും. ഉറപ്പായും ചോദിക്കും. അവിടെ തല കുനിച്ച് നിൽക്കേണ്ടി വരുന്ന ആ ബ്രദറിന്റെ അവസ്ഥ, അമ്മയുടെ അവസ്ഥ, പിതാവിന്റെ അവസ്ഥ. എടേ ഇതെന്തുവാടേ, നിന്റെ മോളല്ലേടേ ഈ പൊക്കളും കാണിച്ചുകൊണ്ട് നടന്നു പോകുന്നത്, എന്താണ് നീ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുത്തേക്കുന്നതെന്ന് ചോദിക്കൂലേ? അപ്പൊ അതുകൊണ്ട് ഇത് പൂർണ്ണമായും ശരി എന്ന് നിങ്ങൾ ആരും തന്നെ വാദിക്കേണ്ട കാര്യമില്ല. പുതിയ തലമുറയിലേക്ക് ഒരു ബാഡായ സന്ദേശം നിങ്ങൾ കൊടുക്കാൻ നിൽക്കണ്ട. ശരിക്കും വിമർശിക്കുന്ന നിങ്ങളൊക്കെയും തന്നെ പറയേണ്ട ഒരു കാര്യമുണ്ട്. അത് ആ കുട്ടിയുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട ഒരു ഫോട്ടോഷൂട്ട് മാത്രമാണ് എന്നുള്ളത്. പിന്നെ സ്വന്തം നഗ്നത ഇങ്ങനെ നാട്ടുകാർക്ക് പ്രദർശിപ്പിച്ചു കൊടുക്കുന്നത് എന്ത് മൗലിക അവകാശമാണെന്നൊന്നും എനിക്കറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. എന്തായാലും ഓക്കെ.